ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വാട്ടർ ടാങ്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് വാട്ടർ ടാങ്ക് നമ്മൾ ഒരു ഹൈറ്റിൽ വെച്ചില്ലെങ്കിൽ മാക്സിമം പ്രഷർ കാര്യങ്ങൾ നമ്മൾ ഷവറിൽ കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അതായത് ഒറ്റ നിലയുള്ള വീടാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ വാർക്കയുടെ മുകളിലാണ് ഈ പറയുന്ന ടാങ്ക് കൊടുത്തിട്ടെങ്കിൽ ഷവറിൽ വരുന്ന പ്രഷർ കാര്യങ്ങൾ കുറവായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ടാങ്കും ഷവറും തമ്മിൽ, അതായത് ബാത്റൂമിൻ്റെ ഒന്നാമത്തെ നിലയിലുള്ള വീടിൻ്റെ ആണെങ്കിൽ ഷവറും തമ്മിൽ ഏകദേശം 2 അടി 3 അടി ഹൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റാൻഡ് ഒരു 5 അടി ഹൈറ്റ് വരുന്ന സ്റ്റാൻഡ് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നതും ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നമ്മളിത് താൽക്കാലികമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഒരു ടാങ്ക് കൊടുത്തിരിക്കുന്നത് നേരെ ഒരു 2 ഇഞ്ച് പൈപ്പാണ് ഔട്ട് വന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഹൈ പ്രഷർ നമ്മൾ വീടുകളിൽ അത്യാവശ്യം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഇഞ്ച് 1.5 ഇഞ്ച് ഒന്നും ഇറക്കാതെ ഡയറക്റ്റ് 2 ഇഞ്ച് പൈപ്പ് തന്നെ, 2 ഇഞ്ചിൻ്റെ യൂണിയനാണ് കൊടുത്തിരിക്കുന്നത്. ടാങ്ക് കണക്ടർ വിത്ത് യൂണിയൻ. നമുക്കിത് വേണമെങ്കിൽ ഈ യൂണിയൻ അഴിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ടാങ്ക് കണക്ടറിൽ നിന്ന് നമുക്ക് ഈ പൈപ്പ് മാറ്റി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, നന്നായിട്ട് ക്ലീൻ ചെയ്യുക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് യൂണിയനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് പേസ്റ്റിംഗ് ടൈപ്പാണ് തന്നിരിക്കുന്നത്. യൂണിയൻ 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പ് തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ടാങ്കിൽ നിന്നും ഇറങ്ങുന്നത് 2 ഇഞ്ച് പൈപ്പ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹൈ പ്രഷർ ഏറ്റവും അവസാനത്തെ ടാപ്പിലും 2-3 ടാപ്പുകൾ ഒരേ സമയത്ത് യൂസ് ചെയ്താലും, അല്ലെങ്കിൽ 2 ബാത്റൂമുകൾ ഒന്നിച്ച് യൂസ് ചെയ്താൽ പോലും, 2 ബാത്റൂമും കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് യൂസ് ചെയ്താൽ പോലും ഷവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ പ്രഷർ കാര്യങ്ങൾ കുറയാനുള്ള ചാൻസസ് കുറയും. അതായത് നല്ല പ്രഷർ നമുക്ക് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ 2 ഇഞ്ച് പൈപ്പെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഇറക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിന് കറക്റ്റായിട്ട് നമ്മൾ എയർ കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഹൈ പ്രഷർ നമുക്ക് നമ്മുടെ എല്ലാ ബാത്റൂമുകളിലും എല്ലാ ടാപ്പുകളിലും ലഭിക്കും. അപ്പോൾ പ്രഷർ പമ്പ് വെക്കേണ്ട യാതൊരു കാര്യം പോലും വരുന്നില്ല. ഇനി നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത് ആ 1 ഇഞ്ച് പൈപ്പാണ്. നമ്മൾ മോട്ടറിൽ നിന്ന് വന്നിരിക്കുന്ന ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി മുനിസിപ്പൽ വാട്ടർ ആണെങ്കിൽ, അതായത് മുനിസിപ്പൽ വാട്ടർ ആണെങ്കിൽ അതും നമ്മൾ ഇതിലേക്ക് ഒരു ഫ്ലോട്ട് വാൽവ് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കുറഞ്ഞത് കൊടുക്കേണ്ടത് ഒരു 5 അടി ഹൈറ്റെങ്കിലും കൊടുത്തിരും. ഇത് അതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് അത്ര സ്ട്രോങ് അല്ല. സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡിന് നല്ല ബലം കിട്ടുന്ന രീതിയിൽ അതിൻ്റെ ക്രോസ് കൊടുക്കണം. പക്ഷേ ഇത് ക്രോസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റാൻഡ് ഇങ്ങനെ വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ഞാനിത് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ സ്റ്റാൻഡ് പണിയുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലെ കൈവരിയും കാര്യങ്ങളെല്ലാം ഓക്കെ. പക്ഷേ ഈ താഴെ കൊടുത്തിരിക്കുന്നതുണ്ടോ, ഈ ഇതിൻ്റെ ബേസ്മെൻറ്റ് ഏറ്റവും താഴെയുള്ള ആകെ 4 സെക്ഷനിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ബാർ കൂടി കൊടുത്താൽ മാത്രമേ 1000 ലിറ്റർ അല്ലെങ്കിൽ 2000 ലിറ്റർ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെള്ളം കയറ്റി നിൽക്കുന്ന സമയത്ത് ഈ ടാങ്ക് ജസ്റ്റ് അതായത് ഷെയ്ക്ക് ചെയ്യാനുള്ള ചാൻസും, അതുമാത്രമല്ല അതിൻ്റെ സെൻറ്റർ കുഴിഞ്ഞു വരാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ സെപ്പറേറ്റ് അതായത് ക്രോസ് ബാർ കൊടുത്താൽ മാത്രമേ സ്ട്രോങ് ആയി നിൽക്കുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റാൻഡ് പണിയുന്ന സമയത്താണെങ്കിലും ശരിക്കും ക്രോസ് ബാർ കാര്യങ്ങളെല്ലാം കൊടുത്ത് സ്ട്രോങ് ചെയ്തിട്ട് വേണം നമ്മൾ ടാങ്ക് കയറ്റി വയ്ക്കാൻ. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 1000 ലിറ്ററിൻ്റെ ടാങ്കൊക്കെ നമ്മൾ മുകളിൽ കയറ്റി വയ്ക്കുമ്പോൾ 1000-ൻ്റെ അത്രയും വെയിറ്റ് വന്ന് ചിലപ്പോൾ ടാങ്ക് ഉൾപ്പെടെ പൊട്ടി താഴേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു നഷ്ടം ചാരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിലുള്ള ഹൈ പ്രഷറും കാര്യങ്ങളും സ്റ്റാൻഡ് സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ച് ഒരു 5 അടി ഹൈറ്റിൽ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, നല്ല ഹൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ എല്ലാ ബാത്റൂമുകളിലും കിച്ചണിലാണെങ്കിലും എവിടേക്കാണെങ്കിലും നമ്മൾ 2 ബാത്റൂമൊക്കെ യൂസ് ചെയ്തിട്ടും ആണെങ്കിൽ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സമയത്തും പുറത്ത് യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ പ്രഷർ കാര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഹൈ പ്രഷർ തന്നെ നമുക്ക് എല്ലാ ബാത്റൂമുകളിലും എല്ലാ പൈപ്പുകളിലും ലഭിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, എന്നാലേ നമുക്ക് ഇതിലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time